മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ട്, ഇടിയപ്പം, അപ്പം തുടങ്ങിയവയ്ക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കൂട്ടാനാണ് കടലക്കൂട്ടാൻ ഞാൻ തയ്യാറാക്കുന്നത്. ഇന്നിപ്പം തയ്യാറാക്കാനായിട്ട് ഒരു രാത്രി കുതിർത്ത് വെച്ചിരുന്ന കടലയാണ്. അതെടുത്ത് നമുക്കൊരു കുക്കറിൽ നിന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ എത്ര കടല എടുക്കുന്നോ അതിന് 3 ഇരട്ടി വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കണം. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 വിസിലൂടെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴച്ചെടുക്കാം. അതിനുശേഷം 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനോട് ചേർത്ത് നിന്ന് വഴച്ചെടുക്കണം. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നവരെ ഇതുവരെ ചെയ്യണം. ആ തടിയെല്ലാം മുത്തശ്ശൻ്റെയാണെന്നാണ് പറയുന്നത്. മണ്ണും തടിയെല്ലാം. കടലക്കറി പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ. മുത്തശ്ശൻ വെച്ച വീടും കേൾക്കും. ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. ഉള്ളിയിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടുകയും ചെയ്യും. ഒരു ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നമ്മൾ കടലയിൽ ചേർത്തിരിക്കുന്നുണ്ട്, നോക്കിയിട്ട് അല്പം മാത്രം ചേർത്താൽ മതിയാവും. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. മല്ലിപ്പൊടി കുറച്ച് ഒരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല ചേർത്തു. ഞാൻ തന്നെ വറുത്ത് കുടിച്ചതായതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ മല്ലിപ്പൊടി കുറച്ചുകൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്തു. അപ്പോൾ ഇതിനും ചേർത്ത് പൊടികളുടെ വാസനയെല്ലാം ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. കടലയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം അല്പം കൂട്ടി വയ്ക്കണം. നന്നായിട്ട് ഇതൊന്ന് തിളച്ചൊക്കെ വരാനായിട്ടാണത്. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇതിൽ കിടന്നൊന്ന് നന്നായിട്ട് വെന്ത് വരണം, ഒന്ന് സോഫ്റ്റ് ആവണം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഉള്ളിലെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് അരയ്ക്കാനായിട്ട് വയ്ക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും നമ്മൾ ഇതിൽ നിന്ന് വേവിച്ചെടുത്ത തക്കാളി ഉള്ളിയും കൂടെ ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്.
നമ്മൾ വഴിച്ച് വെച്ചിരിക്കുന്ന കടലയും അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. കടലെല്ലാം തിക്കായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി, ഇപ്പോൾ കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള കടലക്കറി നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. ഒരു ചെറിയൊരു കപ്പ് കടലയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്ക് ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൊഴുപ്പ് നമുക്ക് എത്ര വേണോ അതനുസരിച്ച് ചേർക്കാം. ചപ്പാത്തിക്കൊക്കെ നല്ല ഒരു അടിപൊളി കറിയാണിത്. ഇനി ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നല്ല കൊഴുപ്പുണ്ട് കറിക്ക്. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി, ഒരു സവാളയുടെ ചെറിയൊരു കഷ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. മുളക്, പിന്നെ അല്പം കരിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ടുള്ള കടലക്കറി ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തണം. ഹൈപ്പ് ചെയ്യണം. പിന്നെ ഇതുപോലെ അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.